ഹലോ അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. അപ്പോൾ ആസ് യൂഷ്വൽ ഇന്നും നമ്മളൊരു യാത്ര പുറപ്പെടുകയാണ്. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടോ. കാരണം അത്രയും ബിസി ആയിരുന്നു ഞാൻ കാറിൽ കയറുന്നത് വരെ. അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകണമെന്നല്ലേ? നമ്മൾ മാംഗ്ലൂരിലേക്കാണ് പോണത്. നമ്മൾ രണ്ടുപേരും നമ്മൾ BDS പഠിച്ചിട്ടുണ്ടായിരുന്ന കോളേജ്, യാനപ്പോയ ഡെൻറ്റൽ കോളേജ്, അങ്ങോട്ടേക്കാണ് പോണത്. നമ്മളെ ക്ലിനിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കിനും ഏകദേശം 3:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ റോഡ് പണി കാരണം ചെറുതായിട്ട് നമ്മളോടൊന്ന് വഴി മാറിപ്പോയി. അങ്ങനെ ഒരു അരമണിക്കൂറും പോയി കിട്ടി. അപ്പോഴേക്കും നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു. രാവിലെ ഒരു ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ക്ലിനിക്കിലേക്ക് പോയതാട്ടോ. പിന്നെ നമ്മളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ ഈ വഴി പോകുമ്പോൾ യൂഷ്വലി വടകരയിൽ MRIയിലാണ് കയറാറുള്ളത്. പക്ഷെ നമ്മൾ നന്ദിയിലെത്തിയപ്പോൾ ഞാൻ വേഗം സഫിയനെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഏതാണ് നല്ല റെസ്റ്റോറൻറ്റ്, നല്ലതെന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കാൻ പറ്റിയൊരു റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് സജസ്റ്റ് ചെയ്തത്. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മൾ ഫുൾ എനർജറ്റിക് ആയിട്ട് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പം നമ്മൾ പോകുന്നത് വീക്ക് എൻഡിലല്ല, വീക്ക് ഡേയ്സിലാണ്. അതായത് തേഴ്സ്ഡേ ഫ്രൈഡേ ആണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. കാരണം എന്നാലേ നമുക്ക് കോളേജിൽ പോയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല ഈ ഒരു യാത്രയിൽ അല്ലെങ്കിൽ ഈ ഒരു മാംഗ്ലൂരിലേക്കുള്ള ട്രിപ്പിൽ അത്യാവശ്യം ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ മാഹി എത്തിയിട്ടുണ്ട്. മാഹി എത്തിയാൽ ആസ് യൂഷ്വൽ ഇവിടെ പെട്രോളിനും ഡീസലിനൊക്കെ റേറ്റ് ഡിഫറൻസും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ നിന്നൊരു ഫുൾ ടാങ്ക് അടിച്ചിട്ടാണല്ലോ പോവാറ്. അതേപോലെ വന്നതായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു ഹൈവേ വന്നത് കാരണം നമ്മൾ ആ മാഹി ടൗണില്ലേ, ആ ഒരു ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു ടൗൺ ആണല്ലോ, അവിടെ നമ്മൾ ടച്ച് ചെയ്യണേ ഇല്ല. പകരം ഹൈവേയിൽ ഇതുപോലെ പുതിയ പെട്രോൾ ബങ്ക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പെട്രോൾ ബങ്ക് തിരഞ്ഞിട്ട് കുറച്ച് സമയം അങ്ങനെയും പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഹൈവേ അടിപൊളിയായിട്ടുണ്ട്. എന്നാലും നമ്മൾ പണ്ട് മാംഗ്ലൂർ പോണ പോലെയല്ല, ഇപ്പം ഈ റോഡ്സൊക്കെ വേ മച്ച് ബെറ്ററാണ്. ഈ ഒരു ചില ഭാഗത്തൊക്കെ ഹൈവേ അടിപൊളിയായിട്ടുണ്ട്, ചില സ്ഥലത്ത് ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മാഹിയാണിത്. മാഹിയിൽ ഞാൻ പറഞ്ഞ പോലെ അടിപൊളിയായിട്ടുണ്ട് റോഡ്സൊക്കെ. പിന്നെ വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്കൂൾ ടൈമിൽ നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ടായിരുന്നല്ലോ വടകരയാണ്. വടകര നമുക്ക് നല്ല ബ്ലോക്കിൽ നമ്മൾ പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വടകര ആ ഒരു പഴയ ടൗണിലൂടെയാണ് നമ്മളെ വിട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ മാംഗ്ലൂരിലേക്ക് പോണത്. റിസ്വാൻക 2010-ലും ഞാൻ 2011-ലുമാണ് യാനപ്പോയെന്ന് പാസ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം മേ ബി ലൈക്ക് 3 or 4 ടൈംസ് അവിടെ പോയിട്ടുണ്ടാവും. ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ട്. എന്നാലും പോയിട്ട് ടീച്ചേഴ്സിനെ കാണാനും ഒക്കെ അത്യാവശ്യം എക്സൈറ്റഡ് ആണ്. അത്യാവശ്യം നല്ല ബിസി ഷെഡ്യൂളായിരുന്നു കേട്ടോ. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു യാത്ര വളരെ അൺഎക്സ്പെക്റ്റഡ് ആണ്. ബട്ട് സ്റ്റിൽ മാംഗ്ലൂർ പോകാമെന്ന് പറയുമ്പോൾ അത് ഓൾവേസ് ഒരു സെൻസ് ഓഫ് എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കൂടെ ഉണ്ടായിരുന്ന വളരെ കുറച്ച് ഫ്രണ്ട്സേ ഇപ്പം അവിടെയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവരെ വിളിച്ചപ്പോൾ അവരാണ് സജസ്റ്റ് ചെയ്തത് കണ്ണൂർ കോക്ടെയിൽ ഉണ്ട്, മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഓൺ ദി വേ ആയതുകൊണ്ട് തന്നെ നമ്മളത് കഴിക്കാൻ വേണ്ടി നിർത്തിയതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ജാമി ആൻഡ് മഹ അവരുടെ കൂടെയാണ് നമ്മളിന്ന് സ്റ്റേ അടിക്കാൻ പോണത്. അവർ യാനപ്പോയിൽ തന്നെ UG PG എല്ലാം ഫിനിഷായിട്ട് സ്വന്തമായിട്ട് ക്ലിനിക്കുമായിട്ട് മാംഗ്ലൂർ തന്നെ സെറ്റിലായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് കണ്ണൂർ കോക്ടെയിൽ എന്താണെന്ന് നോക്കാം അല്ലേ? ഓക്കെ, നമുക്ക് ഇത് വിത്ത് ഷുഗർ, അതുപോലെ മധുരം കുറവ് അല്ലെങ്കിൽ വിത്തൗട്ട്, ഈ ഒരു 3 രീതിയിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ പല ടൈപ്പ് ജ്യൂസസ് ഉണ്ടെങ്കിലും ഇത് മാത്രമേ എല്ലാവരും വാങ്ങിക്കുന്നു കഴിക്കുന്നുള്ളൂ. ബേസിക്കലി ഇതിൽ ആഡ് ചെയ്യുന്ന ഫ്രൂട്ട്സ് ക്യാരറ്റ് ഉണ്ട്, പപ്പായ ഉണ്ട്, പിന്നെയും ഇൻഗ്രീഡിയൻസ് ഉണ്ട്. പക്ഷേ അതെനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവർ ഈ ജ്യൂസ് ഇങ്ങനെ 4, 5, 6 മിക്സിയിലൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ ഫ്രിഡ്ജിൽ വലിയൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലവർ കാഷ്യൂ മിക്സ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ജ്യൂസാണ് കേട്ടോ. അങ്ങനെ കണ്ണൂർ കോക്ടെയിലിനെ കുറിച്ച് പറഞ്ഞ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇപ്പോൾ ബെറി ആൻഡ് കോലാണ്. സംഭവം വേറൊന്നുമല്ല, കണ്ണൂരൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോരുന്ന സമയത്ത് എനിക്കൊന്ന് വാഷ്റൂം പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന വഴിക്കാണ് നമ്മൾ ഈ ഒരു കഫേ കണ്ടത്, ബെറി ആൻഡ് കോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് തോന്നി അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, എന്തായാലും കയറിയിട്ടൊരു കോഫിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഓർഡർ ചെയ്യുകയും ചെയ്യാം, ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷ് ആവുകയും ചെയ്യാമെന്ന് വിചാരിച്ച് കയറിയതായിരുന്നു. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തത് കോഫിയല്ല, ഹോട്ട് ചോക്ലേറ്റ് ആണ്. പക്ഷേ ആ ഒരു ഹോട്ട് ചോക്ലേറ്റ് വാസ് നോട്ട് അപ് ടു സാറ്റിസ്ഫാക്ഷൻ. കാരണം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ, ആ ഒരു കപ്പിൽ അവർ ഹോട്ട് ചോക്ലേറ്റ് കൊണ്ടുവെക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു നല്ല ലൂസ് കൺസിസ്റ്റൻസിയാണ്. അതായത് പൗഡർ മിക്സ് ചെയ്തിട്ടായിരിക്കണം അവർ ഹോട്ട് ചോക്ലേറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. ഇത് ഹോട്ട് ചോക്ലേറ്റ് അല്ല എന്നല്ല കേട്ടോ,
പക്ഷേ ദിസ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് ഹോട്ട് ചോക്ലേറ്റ്. ഇതൊരു കഫേ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഹോട്ട് ചോക്ലേറ്റ് ആണ് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ തിക്കറായിരിക്കണം, അതായത് നല്ല ഡാർക്ക് ചോക്ലേറ്റോ അല്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റോ മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെയും കൂടെ ഒരു അഡീഷൻ വന്നാൽ അതിൻ്റെ തിക്നെസ് റെഡി ആവുള്ളൂ. കാലിക്കറ്റ് നല്ല അടിപൊളി ഹോട്ട് ചോക്ലേറ്റ് കിട്ടുന്ന ഒരു സ്പോട്ട് ഞാൻ പറഞ്ഞു തരട്ടെ. കാലിക്കറ്റ് PT ഉഷ റോഡിൽ ബിയോണ്ട് ബർഗ് എന്ന് പറഞ്ഞൊരു ഹാംബർഗർ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടുത്തെ ഹോട്ട് ചോക്ലേറ്റ് അടിപൊളിയാണ്. ബോത്ത് മിൽക്ക് ചോക്ലേറ്റ് ആൻഡ് ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതൊരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അങ്ങനെ ഒരു കപ്പ് ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചാൽ ഒരുപാട് കഥ പറഞ്ഞു അല്ലേ. പിന്നെ ഇത് അത്യാവശ്യം വലിയ കഫേ ആണ് കേട്ടോ. ഇതുപോലെ കുറേ പേസ്ട്രീസും ചീസ് കേക്ക്സും ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മെനു നോക്കിയിട്ട് നമ്മൾ 2 ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചെറിയൊരു സാധനമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. റിസ്വാൻക ഒരു ബീഫ് ടെൻഡലിയോൺ സ്റ്റേക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വലിയ കഫേയാണ് കേട്ടോ. വലിയൊരു കഫേയിൽ താഴെ നമ്മൾ 2 പേരും മാത്രമേ ഉള്ളൂ. സംഭവം വേറെ ഒന്നുമില്ല, ഇവിടെ അപ്സ്റ്റെയറിലും ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ വരുന്നവരൊക്കെ മുകളിലോട്ടാണ് പോണത്. സോ അഗെയിൻ നമ്മളെ സോ കോൾഡ് ഹോട്ട് ചോക്ലേറ്റ് ഇനിയും ഒരു 1/2 കപ്പ് ബാലൻസ് ഉണ്ട്. സംഭവം വേറെ ഒന്നുമല്ല കേട്ടോ, ഒരു മൈലോ കലക്കിയ പോലെ ഉണ്ട്. അങ്ങനെ നമ്മളുടെ ടെൻഡലിയോൺ സ്റ്റേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മാഷ്ഡ് പൊട്ടാറ്റോസ് ഉണ്ട്, സോട്ടീഡ് വെജീസ് ഉണ്ട്, പിന്നെ ഒരു മഷ്റൂം സോസും ഉണ്ട്. അതിൻ്റെ കൂടെ വേറെ ഒരു ഗ്രീൻ സോസ് ഉണ്ട്. നോട്ട് സോസ്, ആക്ച്വലി ഒരു ചട്നി പോലെ. ആ ഗ്രീൻ ചട്നി അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മളൊരു മീഡിയം റെയർ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനീഷ്യലി ഞാൻ സ്റ്റേക്സൊക്കെ കഴിച്ച് തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഈ മീഡിയം റെയർ ആണെങ്കിൽ എനിക്ക് കഴിക്കാനേ തോന്നൂല കേട്ടോ. പക്ഷേ ടേസ്റ്റ് വൈസ് ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ കുക്ക് ചെയ്യുന്തോറും അതിൻ്റെ ടേസ്റ്റ് കുറയുകയും ചെയ്യും, മാത്രമല്ല ചൂയിനെസ് കൂടുകയും ചെയ്യും. അപ്പോൾ ഇവിടുത്തെ സ്റ്റേക്ക് അടിപൊളിയായിരുന്നു, നല്ല യമ്മിയായിരുന്നു. പക്ഷേ അതിൻ്റെ കൂടുതലുള്ള വെജീസൊക്കെ കുറച്ചും കൂടെ ഓവർ കുക്ക്ഡ് ആയിപ്പോയി. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാനേ പാടുള്ളായിരുന്നു. ഇത് കുറച്ച് ഓവർ കുക്ക്ഡാണ്. അല്ലാണ്ട് സ്റ്റേക്കും അതുപോലെ അതിൻ്റെ കൂടുതലുള്ള ഒരു ഗ്രീൻ ചട്നിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ അഗെയിൻ കാലിക്കറ്റ് നല്ല അടിപൊളി സ്റ്റേക്ക് കിട്ടുന്ന ഒരു സ്ഥലം ഞാൻ പറഞ്ഞു തരട്ടെ. കോർപ്പറേഷൻ ഓഫീസ് റോഡിലെ ലാറ്റിൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. നമുക്ക് ഏത് പാട്ട് വേണമെന്ന് ചൂസ് ചെയ്യാം. അതുപോലെ വെയിറ്റ് നമുക്ക് എത്ര വേണമെന്ന് ഓപ്റ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഈ ഒരു കുക്കിംഗ്, അതായത് ഇതിൻ്റെ ഡൺനെസ് എത്ര വേണമെന്ന് അത് നമുക്ക് ചൂസ് ചെയ്യാം. അതെങ്ങനെ ചൂസ് ചെയ്യണമെന്നൊക്കെ അവർ നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ കാലിക്കറ്റ് വരുമ്പോൾ ഈ ഒരു ലാറ്റിൻ സ്ട്രീറ്റ് മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ പോയി നോക്കൂ, നല്ല അടിപൊളി സ്റ്റേക്സ് കിട്ടും. അപ്പോൾ ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ആ ഒരു ചെറിയ സാധനം. ഒന്നുമില്ല, എനിക്ക് തോന്നുന്നു ഇങ്ങനെ വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ അടിപൊളിയായിരിക്കും അല്ലേ. നമ്മൾ ഈ ടോട്ടില റാപ്പിൻ്റെ ഒക്കെ വേറൊരു വേർഷൻ എന്ന് പറയാം. ഇത് അത്യാവശ്യം വർത്ത് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു, കോസ്റ്റ് വൈസ് ആൻഡ് ടേസ്റ്റ് വൈസ് രണ്ടും. ഇതിൽ കുറച്ച് ക്യുക്കമ്പർ ഉണ്ടായിരുന്നു, ടൊമാറ്റോ, പിന്നെ അവരുടെ ഒരു സ്പെഷ്യൽ സോസും, പിന്നെ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസും. അതിലുണ്ടായിരുന്ന ആ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് അത്യാവശ്യം നല്ല ടെൻഡറായിരുന്നു, നല്ല ഫ്ലേവർഫുള്ളായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കഫേ എവിടെയാണെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കരുത്, കാരണം ഇതെവിടെയാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. നമ്മൾ പോകുന്ന വഴി കണ്ടു, കയറി കഴിച്ചു, ഇറങ്ങി. പക്ഷേ ബെറിയൻകോ ഗൂഗിൾ ചെയ്താൽ മതി കേട്ടോ, അത് കിട്ടും. അപ്പോൾ ജാമി മഹയും ഉറങ്ങാണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നേരെ അങ്ങോട്ട് പോവാണ്. അവർ നമ്മളെ കോളേജിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ മാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ അവരുടെ ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. ആ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് ഇവരുടെ ഫ്ലാറ്റ് ഇരിക്കുന്നത്. ഓൾമോസ്റ്റ് 19th ഫ്ലോർ എന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. നമ്മൾ അവരുടെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും ഏകദേശം 12 o'clock ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്തും പഠിച്ചു കഴിഞ്ഞിട്ടും ഇന്നലെ വരെയുള്ള വിശേഷങ്ങൾ പറഞ്ഞു തീർക്കണ്ടേ. അങ്ങനെ ഇതെല്ലാം കൂടെ പറഞ്ഞു തീർത്ത് നമ്മൾ കിടന്നപ്പോഴത്തേക്ക് ഏകദേശം 3:30 ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇങ്ങോട്ട് വരാനെന്ന്. ഈ കാണുന്ന കേട്ടോ നമ്മളുടെ കോളേജ്. ഈ ഇരുട്ടത്ത് 19th ഫ്ലോറിൽ നിന്നിട്ട് ഞാൻ നമ്മുടെ കോളേജ് എവിടെയെന്ന് ഇങ്ങനെ ഏന്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഹോസ്റ്റലിൽ നിന്ന് മാറിയിട്ട് കുറച്ച് ഇപ്പുറത്ത് ഈ ഒരു ബിൽഡിങ്ങിലാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ബിൽഡിങ് ഇപ്പം എന്തോ ബാറോ ഹോട്ടലൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ നേരം അതൊക്കെ നോക്കി നിന്ന് നമ്മൾ ഉറങ്ങാൻ പോയി. അപ്പം ഇവിടെ നല്ല അടിപൊളി സൺറൈസ് കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ ക്യാമറ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഉറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു ഇത്തിരി ആംഗുലേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ആ ഒരു സണ്ണിനെ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് കിട്ടിയില്ല കേട്ടോ.
എന്നാലും വേണ്ടിയില്ല, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ട്രൈപോഡെല്ലാം സെറ്റ് ക്യാമറയെല്ലാം ഓൺ ആക്കി വെച്ചതല്ലേ, അപ്പോൾ പിന്നെ ഈ ഒരു വീഡിയോ ഇതിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം നമ്മളിവിടെ എത്തിയ മുതലേ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. നമ്മൾ അലാമൊക്കെ സെറ്റ് ചെയ്ത് രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു. നമ്മൾ കോളേജ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പോകണം. ഇപ്പോൾ ഞാനപ്പോയ ഡീംഡ് ആയതുകൊണ്ട് തന്നെ അവരുടെ ടൈമിങ്സ് ഒക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. 8:30 to 3:30 ആണ് ഇപ്പോഴത്തെ ടൈമിങ്സ്. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ കുറേ നേരം നോക്കി നിന്ന സ്ഥലമാണ് കേട്ടോ ഇത് നമ്മളുടെ കോളേജിൻ്റെ വെരി നെക്സ്റ്റ് സ്റ്റോപ്പായ കുത്താറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്ത് നമ്മൾ കുത്താറിലായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ബിൽഡിങ്ങൊക്കെ ഈ ഒരു ബാൽക്കണി നല്ല അടിപൊളിയായിട്ട് കാണാം. അപ്പോൾ ഇവിടുത്തെ ലിവിങ് റൂമിലും ഉണ്ടൊരു ബാൽക്കണി. അപ്പം അവിടുത്തെ ഒരു വ്യൂ എന്താണെന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ. ടോപ്പ് മോസ്റ്റ് ഫ്ലോർ ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് നമ്മളെ കോളേജും അതുപോലെ ഹോസ്റ്റലൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ രാവിലെ എണീറ്റിട്ട് ഞാൻ ക്യാമറയും കൊണ്ട് ആ റൂമിലേക്കും ഈ റൂമിലേക്കും ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ നിൽക്കണു നമ്മളുടെ കോളേജും ഹോസ്റ്റൽസും അങ്ങനെ എല്ലാ ബിൽഡിങ്സും. അപ്പോൾ നിങ്ങൾക്ക് മഹനെയും ജാമിനെയൊക്കെ കാണണ്ടേ? മഹ നല്ല അടിപൊളിയായിട്ട് രാവിലെ തന്നെ കുക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്ര സംസാരിച്ചിട്ടും നമുക്ക് പറയാനുള്ളതും നമ്മളെ കഥകളൊന്നും തീരുന്നില്ല. ആക്ച്വലി ഞാൻ ഈ മാംഗ്ലൂർ പോയ വീഡിയോ കുറച്ച് കഴിഞ്ഞിട്ടാണ് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തോ എനിക്കറിയില്ല, എനിക്ക് തോന്നി ഇപ്പം തന്നെ ഇത് വേഗം എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ. ഇതിന് മുന്നേ ഞാൻ എടുത്തു വെച്ച കുറേ വീഡിയോസ് ഉണ്ട്, അതൊന്നും എഡിറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുത്തിട്ടോ ഒന്നുമില്ല, അതൊക്കെ അപ്ലോഡ് ചെയ്യാനിരിക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നി ഇത് വേഗം ചെയ്യണം. കാരണം എൻ്റെ കുറേ ഫ്രണ്ട്സ് ഞാൻ കുറേ പിക്ചേഴ്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇത് കാണാൻ വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. മാത്രമല്ല മഹയും ജാമിയൊക്കെ എക്സൈറ്റഡ് ആണ്. അവരിങ്ങനെ ചോദിക്കുന്നത് എപ്പോഴാണ് വീഡിയോ വരാമെന്നൊക്കെ. അപ്പോൾ എനിക്കും തോന്നി ഓക്കെ ഫൈൻ, നമുക്ക് ഇത് വേഗം എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം എന്നുള്ള ഒരു പ്ലാനിലാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ, ഈ അടുത്ത് പോയ വീഡിയോ വേഗം തന്നെ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ നമുക്ക് നല്ല ചപ്പാത്തി, അപ്പം, ചിക്കൻ കറി, പിന്നെ എഗ്സ് 2 ആണെന്ന് തോന്നുന്നു. എന്തായാലും എല്ലാവരും നല്ല അടിപൊളി കുക്കൊക്കെ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല സൂപ്പർ കോഫിയും. രാത്രി കിടന്നുറങ്ങിയൊരു 2-3 മണിക്കൂർ മാത്രമേ ചിലപ്പം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. നമ്മൾ ഫുൾ ടൈം സംസാരങ്ങളാണ്, പല 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 ടോപ്പിക്സും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ കോളേജ് മുതൽ ഈ ഒരു സമയം വരെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണ്ടേ. പിന്നെ നമ്മളുടെ ഒരു സ്പെഷ്യൽ ബോണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ 4 പേരും മഹ, ജാമി, ഞാൻ, റിസ്വാൻക, നമ്മളെല്ലാവരും സെയിം കോളേജാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് കോമൺ കാര്യങ്ങളുണ്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി കോളേജിൽ പോണതും ഹോസ്റ്റൽ വിസിറ്റ് ചെയ്യാനൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അധികം വൈകിക്കാണ്ട് ഞാൻ അടുത്ത വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സംസാരിച്ച് നമ്മളെ ടോപ്പിക്സൊന്നും തീരുന്നില്ല. സമയമില്ലാത്തൊരു പ്രശ്നമേ ഉള്ളൂ. പ്രായം നമുക്ക് കൂടുന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സിൽ നമ്മൾ ഇപ്പോഴും യങ്ങാ. അതല്ലേലും അങ്ങനെയല്ലേ വേണ്ടിയതല്ലേ. So this is Farah signing off. Bye bye. Take care. Assalamu alaikum. അപ്പോൾ ബാക്കി വീഡിയോ കണ്ടു നോക്കൂ. ഇപ്പൊ ഞാൻ എന്റെ സൗണ്ട് കൊടുക്കണം, നിങ്ങളെ സൗണ്ട് കൊടുക്കണം. ഇത് തൊടാണ്ട് വെച്ചിട്ടുള്ള പേപ്പർ ഇട്ടിട്ട് പേപ്പർ ഇട്ടിട്ടൊന്ന് എത്തി, പിന്നെ ഒന്ന് ഇത്തിരി ഓയിൽ ഇട്ടിട്ട് നല്ല ഹരാവും. പുക വരുന്ന എങ്ങനെയാ?